എൻ്റെ കുട്ടിയുടെ മുടി കളയലിന് അന്ന് കുട്ടിയുടെ മുടി കളയുകയും ശേഷം കുളിപ്പിച്ച് പുതിയ വസ്ത്രം ധരിപ്പിക്കുകയും ചെയ്തു. ശേഷം കുട്ടിയുടെ ചെവിയിൽ എന്തെങ്കിലും ഒരു പേര് വിളിക്കണമെന്ന് പലരും പറഞ്ഞു കേൾക്കുന്നു. അന്ന് ഞങ്ങൾ പേര് ഇട്ടിരുന്നില്ല. ഇതിലെന്തെങ്കിലും ഇസ്ലാമിക വസ്തുതയുണ്ടോ? അങ്ങനെ ചെയ്തില്ലെങ്കിൽ കുഴപ്പമുണ്ടോ എന്നതാണ് ചോദ്യം. അൽഹംദുലില്ലാ. ഇവിടെ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അതിൽ സുന്നത്തുള്ള കാര്യമാണ് 7ാമത്തെ ദിവസം അക്കീക്കത്തറുക്കുക, അതേപോലെ കുട്ടിക്ക് പേരിടുക എന്നുള്ളതൊക്കെ. പേരിടൽ 7-നാണ് സുന്നത്ത് എങ്കിലും കുട്ടി ജനിച്ച അന്ന് തന്നെ പേരിടുന്നതിനും വിരോധമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്രാഹിം എന്ന് പറഞ്ഞ കുട്ടിക്ക് ജനിച്ച അന്നാണ് പേരിട്ടത്. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ ഹോസ്പിറ്റലുകളിലാണ് അധികം ജനിക്കുന്നത്. അപ്പോൾ കുട്ടികളുടെ പേര് അവിടെ തന്നെ പറഞ്ഞ് അവിടുന്ന് തന്നെ എന്ത് ചെയ്യാണ്, നമ്മൾ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതാണ് നല്ലത്. അതല്ലെങ്കിൽ പിന്നീട് നമ്മളതിൽ വേറെ പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു ആളെന്ത് ചെയ്യാണ്, ചെവിയിൽ പേര് വിളിക്കുക എന്നുള്ളതിലൊന്നും അടിസ്ഥാനമല്ല. ആ കുട്ടി കേൾക്കാനല്ലല്ലോ പേര്. പേര് നമ്മൾ ഇടുന്നത് ആ കുട്ടിയെ അറിയപ്പെടാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ സാധാരണ ആ കുട്ടി ഈ കുട്ടിക്ക് എന്നെ പേര് വിളിക്കുന്നു എന്ന് പറഞ്ഞ് അതെന്ത് ചെയ്യാണ്, രേഖാമൂലം നമ്മൾ തയ്യാറാക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ 7ൻ്റെ അന്ന് പേര് വിളിക്കലാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. എന്നാൽ ജനിച്ച അന്നും പേര് വിളിക്കുന്നതിന് വിരോധമല്ല. അതിൽ പിന്നെ അന്ന് വിളിച്ചിട്ടില്ലെങ്കിൽ കുറ്റോ അല്ലെങ്കിൽ അന്ന് പുതുവസ്ത്രം ധരിപ്പിക്കണമെന്നോ അതൊക്കെ ഒരു നാട്ടാചാരങ്ങളാണ്. അതൊന്നും ഇസ്ലാമികമായിട്ട് ഒരു സുന്നത്തുള്ള കാര്യമോ ഒന്നുമായിട്ട് പറയപ്പെട്ടിട്ടില്ല. അവിടെ മുടി കളയലും അതേപോലെ തന്നെ പേര് വിളിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു ആചാരമായിട്ടോ അല്ലെങ്കിൽ അതൊരു പിന്നെ ഒരു ഇബാദത്തായിട്ട് ചെയ്യേണ്ട കാര്യമല്ല എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്.